എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. PV അൻവറിന് 52 കോടി 21 ലക്ഷം രൂപയുടെ ആകെ ആസ്തി. എന്റെ കയ്യിലൊരു ചുക്കില്ല. 5-2 കോടിമുണ്ട് മടക്കി വെക്കാൻ പാകത്തിന് ഒരു തടിയലമാര പോലും ഇല്ലാത്ത ആ പാവത്തിനെ പറ്റി ഇങ്ങനൊന്നും പറയല്ലേ ഇലക്ഷൻ കമ്മീഷൻ. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ജലദോഷപ്പനി വന്നപ്പോ ഒരു കഷ്ണം ചുക്കിന് വേണ്ടി നിലമ്പൂരിലെ വീടുകളെല്ലാം കേറി ഇറങ്ങി. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. ലൂണാറിന്റെ സ്ലിപ്പർ പോലും സഹിക്കത്തില്ല കേട്ടോ ഈ 52 കോടി എന്നൊക്കെ പറഞ്ഞാൽ. 80% കള്ളവും 20% സത്യവും മാത്രം മനുഷ്യന്റെ മുന്നിൽ പറയുന്ന അമ്പൂക്കാട നാവാണ്. നിനക്ക് എന്റെ പുക കണ്ടേ മതിയാവൂലേ? കാശായിട്ട് ഇപ്പൊ എടുക്കാൻ 5 തൊട്ട് പോലും ഇല്ല. എല്ലാം ഭൂമിയായിട്ടും വണ്ടികളായിട്ടും സ്വർണ്ണമായിട്ടും കിടക്കുക. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. 52 കോടിന്റെ ആസ്തി മാത്രമുള്ള ഈ പാവം ദരിദ്ര ശിരോമണിയെ സഹായിക്കാനുണ്ടല്ലോ 2 സെന്റും 4.5 സെന്റും ഭൂമിയൊക്കെ സ്വന്തമായിട്ടുള്ള വലിയ കോടീശ്വരന്മാര് മുന്നോട്ട് വന്നപ്പോ മാത്രമാണ് ഇലക്ഷന് മത്സരിക്കാൻ ഈ അമ്പൂക്ക തയ്യാറായത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? ആ അമ്പൂക്കാന്റെ കൽബുണ്ടല്ലോ, അത് പൊന്നാണ് മാളവരെ, പൊന്നാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല, ഞാൻ ആകെ കടക്കാരനവരപ്പൊ കൂടിയ ഷറിങ്ങള്. ഒരു ദിവസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 2,35,000 രൂപ 49 പൈസ. പാലക്കാട് റോഡ് ഷോയ്ക്ക് 600 രൂപയും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് ആളെ ഇറക്കിയ വകയിലും മുളച്ച കട. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അമ്പൂക്കയുടെ കനം കൂടിയ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതിനിടയിൽ കാണാൻ കഴിയാതെ പോയി. നാട്ടുകാർ പിരിവെടുത്ത് മത്സരിപ്പിക്കുന്ന ദരിദ്രരുടെ ആസ്തി 52 കോടിയാവുമ്പോ മറ്റു മുതലാളിമാരുടെ ആസ്തി എത്രയാവും? ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV-യിൽ വരുമ്പോ ഞാൻ അങ്ങനെ ചിരിക്കും. പടച്ചോനെ, എന്താ ശരിയല്ലേ? പിന്നെ കറക്റ്റാ. പടച്ചോനെ, ഒരു ഷർട്ട് അലക്കി തേക്കാൻ 60 ഉറുപ്പിക നുള്ളിപ്പെറുക്കുന്നവനെ ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണിച്ചത്. ഇമാതിരി തേപ്പ് തേക്കുന്നവന്മാരെ ആഫ്രിക്കൻ സ്വർണ്ണഖനിയുടെ അടിത്തട്ടി താക്കണേ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ എടുക്കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്.